ചുമട്ടുതൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ഭരണസ്തംഭനത്തിൽ പ്രതിഷേധം ശക്തമാകുന്നു. CITU തൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം. This news sponsored by Manual Silks, Mega Mall, Main Road, Kanyangad. Also at Kannur, Irati and Pattambi. ചുമട്ടുതൊഴിലാളികളുടെ ആനുകൂല്യങ്ങളും അവകാശങ്ങളും നൽകേണ്ട ക്ഷേമ ബോർഡ് ഭരണസമിതി പുനഃസ്ഥാപിക്കുക, ആനുകൂല്യങ്ങൾ വേഗത്തിൽ വിതരണം ചെയ്യുക, ജീവനക്കാരുടെ അന്യായമായ സ്ഥലമാറ്റം റദ്ദാക്കുക, താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുന്നത് അവസാനിപ്പിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിയാണ് CITU ചുമട്ടുതൊഴിലാളികൾ കാഞ്ഞങ്ങാട്ടെ അസിസ്റ്റന്റ് ലേബർ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. ഹെഡ് ലോഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ CITU കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. മാർച്ചിനെ തുടർന്ന് ലേബർ ഓഫീസിന് മുന്നിൽ വെച്ച് നടത്തിയ ധർണ CITU കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി P. മണിമോഹൻ ഉദ്ഘാടനം ചെയ്തു. ഏതെങ്കിലും രാഷ്ട്രീയ വിഷയമല്ല, എല്ലാ വിഭാഗം കേവലം CITU തൊഴിലാളികളുടെ മാത്രം വിഷയമല്ല. ഈ മേഖലക്കകത്ത് നിരവധിയായിട്ടുള്ള STU, അതുപോലെ തന്നെ INTUC, AITUC, BMS ഉൾപ്പെടെയുള്ള നിരവധി മേഖലക്കകത്തെ തൊഴിലാളികൾ ജോലി ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും അനുഭവിക്കുന്ന പ്രയാസമാണ്. അതുകൊണ്ട് സമയബന്ധിതമായി ഇത്തരം തീരുമാനങ്ങൾ ഉണ്ടാക്കണം. നിങ്ങളുടെ ചക്കളത്തി പോരാട്ടത്തിനിടയിൽ ഈ പാവപ്പെട്ട തൊഴിലാളികളുടെ ജീവിത പ്രശ്നങ്ങൾ മറന്നു പോകരുത്. എന്താ കേരളത്തിനകത്ത് ഇപ്പോ നിലനിൽക്കുന്ന വിഷയം? മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധിയായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ്. കാരണമെന്ത്? ഈ മുഖ്യമന്ത്രി വല്ലാണ്ട് ഭയപ്പെട്ടാണ് ഓരോ ദിവസവും തള്ളി നീക്കുന്നത്. എന്താ കാരണം? 100 സീറ്റിന്റെ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന മുഖ്യമന്ത്രിയെതിരെ എപ്പോ അധികാരം നഷ്ടപ്പെടുമെന്ന ആശങ്കയിൽ ഇത്ര വെപ്രാളം കാണിക്കുന്നത്? ചടങ്ങിൽ യൂണിയൻ ജില്ലാ പ്രസിഡന്റ് KT കുഞ്ഞുമുഹമ്മദ് അധ്യക്ഷനായി. ജില്ലാ ട്രഷറർ MV കൃഷ്ണൻ, സംസ്ഥാന കമ്മിറ്റി അംഗം AE സെബാസ്റ്റ്യൻ, EK ചന്ദ്രൻ, K ബിനീഷ്, PN ബാലകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി K മോഹനൻ സ്വാഗതം പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.